കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിനകത്ത് താമരക്കണ്ണനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണുമല്ലോ. ഗുരുവായൂർ അമ്പലത്തിനകത്തെ താമരക്കണ്ണനെ തൊഴുതിട്ടുണ്ടാവും. താമരക്കണ്ണനെ തൊഴാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഗുരുവായൂർ അമ്പലത്തിനകത്തെ ശ്രീകോവിലിൻ്റെ പുറംചുവരിൽ താമരയിലിരിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വന്നതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. ആ കഥ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. വില്ലോമംഗലം സ്വാമിയാരും ഗുരുവായൂരപ്പ ഭഗവാനും തമ്മിലുള്ള ഒരു കളിയുടെ ഫലമായിട്ടാണ് ശ്രീകോവിലിൻ്റെ പുറംചുവരിൽ താമരക്കണ്ണൻ പ്രത്യക്ഷമായത് എന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ അതൊരു കഥയുമായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ഭഗവാനുള്ള ഭക്തി വർദ്ധിപ്പിക്കാനേ അത് ഉതകുന്നുള്ളൂ. താമരക്കണ്ണനെ കാണണമെങ്കിൽ നേരത്തെ നമ്മൾ മണിക്കിണറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്ത് പോയാലേ കാണാൻ സാധിക്കുള്ളൂ. മണിക്കിണറിനടുത്ത് ശ്രീകോവിലിൻ്റെ പുറംചുവരിലാണ് താമരക്കണ്ണൻ്റെ ചിത്രം ഉണ്ടായിരുന്നത്. കണ്ണൻ തന്നെ പതിപ്പിച്ച് കിടന്ന വാതിലാണ് എന്നാണ് പറയപ്പെടുന്നത്. താമരക്കണ്ണൻ്റെ മറ്റൊരു കഥ കൂടിയുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ ചിത്രം കാണാനായി കൊതിച്ചു വന്ന ഒരു കൃഷ്ണഭക്തിയുടെ അനുഭവമാണ്. അതായത് 2 ദിവസം അവിടെ താമസിച്ച് തൊഴുവാൻ എത്തിയതാണ് അവർ. താമരക്കണ്ണനെ ഒന്ന് തൊഴാൻ സാധിക്കണേ, കാണാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയെ അവർക്കുണ്ടായിരുന്നു. അമ്പലത്തിനകത്ത് കയറി ഗുരുവായൂരപ്പ ഭഗവാനെ കണ്ടു തൊഴുതു. താമരക്കണ്ണനെ തൊഴാനായി ആഗ്രഹിച്ചു. ഇങ്ങനൊരു ചിത്രം ക്ഷേത്രത്തിനകത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായ അറിവില്ല ആ ചിത്രം എവിടെയാണെന്നുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ പരമഭക്തയായ ആ അമ്മ 2-3 പ്രാവശ്യം ക്യൂ നിന്നിട്ട് ഭഗവാനെ കയറി കണ്ട് തൊഴുത് അമ്പലത്തിനകത്ത് മുഴുവനും ഇങ്ങനെ നോക്കി. എവിടെയാണ് അറിയില്ലല്ലോ, താമരക്കണ്ണൻ എവിടെയാണോ ഇങ്ങനെ നോക്കുകയാണ്. ആരുമില്ല പറഞ്ഞു കൊടുക്കാനായിട്ട്. തിരികെ പോകാനുള്ള സമയവും ആവുന്നുണ്ടല്ലോ. അവസാനമായിട്ട് ഒന്നുകൂടെ കയറി ഭഗവാനെ കണ്ടു. എന്നിട്ട് മനമൊരുകി പ്രാർത്ഥിച്ചു, ഭഗവാനെ ഗുരുവായൂരപ്പ, ഞാൻ താമരക്കണ്ണനെ കാണാണ്ട് തന്നെ പോവേണ്ടി വരുമോ എന്ന് സങ്കടമായി. ഇത്രയും തവണ കയറി തൊഴുതിട്ടും താമരക്കണ്ണൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ, എനിക്കൊന്ന് ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ടു ആ ഭക്ത. ഭഗവാനെ ഗുരുവായൂരപ്പ, താമരക്കണ്ണൻ്റെ ദർശനം എനിക്ക് തരണേ എന്ന് ആ ഭക്ത മനമുരുകി പ്രാർത്ഥിച്ചു. നാമം ചൊല്ലിക്കൊണ്ടേ ഇങ്ങനെ നടന്നു വരികയാണ്. കണ്ണനെ തൊഴുത് നടക്കുന്ന നേരം ശിവനെ ആവാറായതിനാൽ ആൾക്കാർ പെട്ടെന്ന് പുറത്തിറക്കുകയായിരുന്നു. ജീവനക്കാർ ഉള്ളിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങാൻ ഏതോ ഒരു പ്രായമായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരുടെ കൂടെ ഒരു കുഞ്ഞു പേരക്കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ സ്വർണ്ണ കസവും കൊണ്ടാണ് ഉടുത്തിരിക്കുന്നത്, മണിമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഉണ്ണിക്ക് ഒരേ വാശിയത്രേ മണിക്കിണറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്തേക്ക് പോകണമെന്ന്. അച്ഛനും മുത്തശ്ശിയും കഷ്ടത്തിലായി. എങ്ങനെയാ അങ്ങോട്ട് പോവുക? പെട്ടെന്ന് ഗേറ്റ് തുറന്ന് ഒന്ന് തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് അന്നേരം സമ്മതിച്ചു. ഗേറ്റ് തുറന്നതും ഈ കുഞ്ഞു കുറുമ്പൻ ഓടി ചുമരിൽ പോയി ചൂണ്ടി കാണിച്ച് പറയാണ്, ദേ നോക്കിയേ കണ്ണൻ, താമരപൂലിരിക്കുന്ന കണ്ണനാ, താമരക്കണ്ണൻ എന്ന്. നമ്മുടെ ആ ഭക്ത അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ കാഴ്ച കണ്ടപ്പോൾ ആ ഭക്തയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. കാണാൻ ആഗ്രഹിച്ച ഭഗവാന്റെ താമരക്കണ്ണൻ രൂപം തന്നെ കണ്ണൻ തന്നെ കാണിച്ചു കൊടുത്തു എന്നുള്ള സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞു. ആ അമ്മയ്ക്ക് താമരക്കണ്ണൻ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമേ ആ ഉണ്ണി അവിടെ എത്തിയേ. ആ ഉണ്ണി മറ്റാരുമില്ല, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനാണ്, നമ്മുടെ പൊന്നുണ്ണി കണ്ണനാണ്. ഭഗവാന്റെ ലീലകൾക്ക് വാക്കുകളില്ല. ഭഗവാനെ ഗുരുവായൂരപ്പ, ഭഗവാൻ തന്നെ ഭഗവാനെ കാണിച്ചു കൊടുത്ത ഒരു അനുഭവമാണ് ആ ഭക്തിക്ക് ഉണ്ടായത്. കണ്ണൻ എന്നും ശുദ്ധ ഭക്തരുടെ കൂടിയാണ്. താമരക്കണ്ണനെ കുറിച്ച് ഇങ്ങനത്തെ കുറേ കഥകളുണ്ട്. നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്ന് വിളിക്കുന്നവർക്ക് എന്നും വെളിപ്പുറത്താണ് ഗുരുവായൂരപ്പ ഭഗവാൻ. ആ വിളി കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയുമാണ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അത്ഭുത ലീലകൾക്ക് ഇന്നും കുറവൊന്നുമില്ലല്ലോ. ഭഗവാന്റെ ലീലകൾ അനുഭവിക്കുന്ന ഭക്തരാണ് ചുറ്റുള്ളത്.
ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മുടെ ഈ താമരക്കണ്ണന് ശകലം സ്ഥലം മാറ്റമുണ്ട്. ഇപ്പോഴായിട്ട് ശ്രീകോവിലിൻ്റെ വടക്കേ ഭിത്തിയിൽ കോവിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ടാണ് താമരക്കണ്ണനെ പുതുതായി വെച്ചിരിക്കുന്നത്. അവിടെയായിട്ട് വരയ്ക്കുക ചെയ്തിരിക്കുന്നേ താമരക്കണ്ണനെ. മണിക്കിണറിൻ്റെ വാതിൽ തുറന്നിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഭക്തർക്കുണ്ട്. എപ്പോഴും അങ്ങോട്ടേക്ക് കടത്തിവിടത്തില്ല. ആയതിനാൽ താമരക്കണ്ണനെ തൊഴാനുള്ള സൗകര്യത്തിനായിട്ടാണ് സ്ഥലം മാറ്റിയിട്ട് ശ്രീകോവിലിൻ്റെ വടക്കേ ഭിത്തിയിൽ ഓവിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ടാണ് താമരക്കണ്ണനെ നമുക്കിനി കാണാൻ സാധിക്കുക. ഗുരുവായൂരമ്പലത്തിൻ്റെ അകത്ത് പോയിട്ട് ഭഗവാനെ ദർശിച്ചതിന് ശേഷം താമരക്കണ്ണനെ കാണാനായി ഈ പറഞ്ഞ ഭാഗത്ത് നാം നിൽക്കേണ്ടതാണ്. അവിടെ നിന്ന് താമരക്കണ്ണനെ തൊഴുതതിന് ശേഷം നമുക്ക് മടങ്ങാം. സർവ്വവ്യാപിയായ ഭക്തരുടെ വിളിക്ക് കാതോർത്തിരിക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ, നമ്മുടെ താമരക്കണ്ണനെ നമുക്ക് മനം നിറഞ്ഞ് തൊഴാം. പുതുതായി വരച്ച താമരക്കണ്ണനെ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതുക ഹരേ കൃഷ്ണ. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ, നമ്മുടെ താമരക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.